ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ CS മാച്ച് കളിക്കാനാണ്. ഞാൻ ഫസ്റ്റ് തന്നെ M500 ഒക്കെ വെച്ച് വണ്ടാ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് അപ്പോൾ നോക്കാം. നമ്മൾ എനിമീസിനെ കണ്ടിട്ടില്ല ഗൈസ്. എനിമീസ് എവിടെയാണോ ഗൈസ്? എനിക്ക് അടി കിട്ടുന്നുണ്ട്, പക്ഷേ നല്ല അടി കിട്ടുന്നുണ്ട്, പക്ഷേ എനിമീനെ ഞാൻ കണ്ടില്ല. ടീമേറ്റ് നോക്ക് വിട്ടു തുടങ്ങി. നമുക്ക് എനിമീനെ തപ്പി പോവാം. അതിനു മുമ്പേ നമുക്ക് സൈത്ത് എടുക്കാം. സൈത്ത് വെച്ച് കൊല്ലാം, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. സൈത്ത് എടുത്തിട്ടുണ്ട്. 500 വെച്ച് അടിക്കാം, എന്നാലും നമുക്ക് സൈത്തും കൂടെ വെച്ച് അടിക്കാം. നോക്കാം നമുക്ക്. ഇവിടെ ഒരു എനിമി ഗൈസ്. നമ്മൾ ഒറ്റ വെട്ടി തന്നെ അവൻ ചത്തിട്ടുണ്ട്. ഒരു വെട്ട് വെട്ടിയപ്പം അവൻ ചത്ത്. അപ്പം നമുക്കിനി ഇനിയും പ്ലെയേഴ്സ് ഉണ്ട്. ഇനി എത്ര പേരുണ്ടോ എന്തോ, 2 പേരെന്തോ ഉണ്ട്. നമ്മളുടെ ടീമേറ്റ് അവരെയൊക്കെ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് വിക്ടറി എടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് നോക്കാം. സെക്കൻഡ് റൗണ്ട് അറിഞ്ഞുകൂടാ, അവർ നല്ല കണ്ണ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കണ്ണൊക്കെ വെച്ച് അടിക്കാൻ നോക്കാം. പിന്നെ ഗൈസ്, നമുക്കിനി 500 സബ് ആവാൻ കുറച്ചും കൂടെ മതി. അതുകൊണ്ട് പറ്റുന്നവരൊന്ന് സബ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങളുടെ ID ഒന്ന് കമൻറ്റ് ചെയ്തോ, നിങ്ങളുടെ UID ഒന്ന് കമൻറ്റ് ചെയ്തോ. ഇപ്പം ഞാൻ കുറച്ച് നേരം ഇതിൽ AFK ആയിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന. പിന്നെ നമ്മൾ ഗണ്ണെടുത്ത് വീണ്ടും വന്നായിരുന്നു. പിന്നെ ഗായ്സ്, എനിക്ക് സൈത്ത് കൈ വയ്ക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡ്രോപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. അപ്പോൾ എനിക്ക് ഇപ്പം ഇഷ്ടപ്പെട്ട ഒരു ഗണ്ണാണ് M590. ഫ്രീ ഫയറിൽ ഇഷ്ടപ്പെട്ടൊരു ഗണ്ണും കൂടെയാണ് M590. അതുകൊണ്ട് ഞാൻ മിക്ക കളിയിൽ M590 ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്താണ് കളിക്കാറ്. M590 ഒരു നല്ല ഗണ്ണും കൂടെ ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു ഗണ്ണാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എനിമീസിനെ ഒന്നും കണ്ടില്ല. അവിടെ ആ വീട്ടിൻ്റെ മണ്ടയിലാണെന്ന് തോന്നുന്നു ഗൈസ്. അതാണ് ഒരു കുഴപ്പം. ഞാൻ ഇനി മണ്ടേ പോയി അതിന് അമ്മമാരെ അടിക്കണം. നമുക്ക് നൈസിന് മണ്ടേ പോവാൻ നോക്കാം. അറ്റത്ത് കൂടെ പോയില്ലെങ്കിൽ പണി കിട്ടും. അമ്മമാർ നല്ലപോലെ അടിക്കും. എനിക്ക് തോന്നുന്നു ലോങ് ഗണ്ണ് വെച്ചിട്ടാണ് മണ്ടേ കളിക്കുന്നതെന്ന്. ലോങ് ഗണ്ണ് വെച്ചിട്ടാണ് അടിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരു ലോങ് ഗണ്ണ് വെച്ചാണ് കളിക്കുന്നത്. അയ്യോ, നമ്മൾ ഗ്ലൂവാൾ ഇടുന്നതിന് മുമ്പ് 2 പേര് നമ്മൾ അടിച്ച് കൊന്നു ഗൈസ്. ഇനി നമ്മുടെ ടീമിൽ 2 പേരേ ഉള്ളൂ. അവരെടുക്കുമോ എന്തോ അറിഞ്ഞൂടാ. ഫുള്ള് എല്ലാവരും മണ്ടയിലാണ് ഗൈസ്. ഇവിടെ സ്കാറൊക്കെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സ്കാറൊക്കെ വെച്ച് അടിക്കാനാണ് നോക്കുന്നതെന്ന് തോന്നുന്നു എല്ലാവരും. നമ്മുടെ ടീമേറ്റ് അവർ ഇറങ്ങുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ സോൺ വരുമ്പോൾ അവർ ഇറങ്ങുള്ളൂ എന്ന് തോന്നുന്നു. ഇറങ്ങുന്നതെന്ന് കാണാനില്ല. ടീമേറ്റ് നല്ല ഡാം എടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മളെ വേറെ ടീമേറ്റ് ഓറിയണൊക്കെ ഇട്ട് റഷ് അടിച്ച്. എനിക്ക് തോന്നുന്നു നമ്മൾ തോക്കുമെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പം നമ്മളെ ടീമിൽ ഒരാളെ കൊന്ന് കളി തോക്കും ഗൈസ് മിക്കാറും. അപ്പോൾ ഒരാളെ നോക്കിട്ട് ഗൈസ് നമ്മളെ ടീമേറ്റ് അയാളെ പൊക്കിയിട്ട് ഗൈസ്, അയാളെ പൊക്കുന്നു. നമ്മളാ ഈ കളി അങ്ങ് തോറ്റിട്ടുണ്ട്. ഇനി അടുത്ത കളി നോക്കാം. അടുത്ത കളി ഈ കളി ജയിക്കാൻ പറ്റുമായിരിക്കും എന്നാ തോന്നുന്നത്. ഇപ്പം ഞാൻ M590 ആണ് എടുത്തത്. ഇവിടെ ഒരു ടോപ്പ് പ്ലെയർ ഉണ്ട് ഗൈസ്. DY മോട്ടൊക്കെ എന്തോ ഇതൊക്കെ ചോദിക്കുന്നു. DY മോട്ടൊക്കെ ഇടുന്നുണ്ട്. ഞാനും ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. ലുക്ക് ചേഞ്ച് ആണെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ഇനി ഞാൻ റഷ് അടിക്കാം. സൈഡിൽ കൂടെ നൈസിന് റഷ് അടിച്ച് അവരടിക്കാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ അവരെ കാണാനില്ല ഗൈസ്. നമ്മൾ നോക്കിയിട്ട് അവരൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു ഏതിൻ്റെങ്കിലുമൊക്കെ മണ്ടയിലായിരിക്കും മിക്കവാറും. വീട്ടിൻ്റെ മണ്ടയിലാണെന്നാണ് തോന്നുന്നത്. കാണാനില്ല. അവിടെ നമ്മളെ ടീമേറ്റ് നോക്കൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് കറങ്ങി പോവാം. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയതാണ്. ഞാനിവിടെ ഒന്ന് നോക്കട്ടെ. ഗായ്സ് ബേക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നവൻ. അവന് ഞാൻ ഒറ്റ അടി കൊടുത്തപ്പോൾ തന്നെ അവൻ നോക്കായി. പിന്നെ അവനെ കില്ല് ഫിനിഷാക്കാനാണ്. അവൻ്റെ കില്ല് നമ്മൾ ഫിനിഷാക്കിയിട്ടുണ്ട്. ഗായ്സ്, ബേക്കിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല അടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവരൊരു ഡാം കൊടുത്തപ്പോഴേക്കും അവൻ നമ്മളടിച്ച് കൊന്നു ഗൈസ്. ഒരു ഡാം കൊടുത്തപ്പോഴേക്കും നമ്മളടിച്ചവൻ കൊന്നു.
നമ്മുടെ ടീമേറ്റ് ഇതാ ഇവന്മാർ എല്ലാവരെയും കൊല്ലുന്നുണ്ട്. ഇനി എത്ര ഒരുത്തനെന്തോ ഉണ്ട്, 1-2 പേരെന്തോ ഉണ്ട്, കറക്റ്റ് അറിഞ്ഞൂടാ. നമുക്ക് നോക്കട്ടെ വിറ്റാക്ക്. ഒരാളും കൂടെ എന്തോ ഉണ്ട് കണ്ടോ. എനിക്ക് ഇവരെടുക്കുമായിരിക്കും, ഒരുത്തനല്ലേ ഉള്ളൂ. ഗ്രനേഡൊക്കെ വാരി എറിയുന്നുണ്ട്. ഇതാ റഷ് അടിക്കുന്നുണ്ട്. മറ്റേ വേറെ ഇവൻ അവരെ കൊന്നു ഗൈസ്. അവനെ കൊന്നു. ഇപ്പം ഇനി 4th റൗണ്ടാണ്. ഇത് ജയിക്കാൻ പറ്റുമോ എന്തോ. ജയിക്കുമായിരിക്കും. നമ്മളുടെ ലക്ഷ്യം ബൂയാണ്. ഇപ്പോഴേ നമ്മൾ M590 ആണ് എടുത്തത്. പെട്ടെന്ന് M500 എന്ന് പറഞ്ഞു. M590 ആണ് എടുത്തത്. എനിക്ക് ഇഷ്ടമുള്ള ഗണ്ണായതുകൊണ്ടാണ് എടുത്തത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഈ കളി ജയിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. നമ്മൾ നൈസിന് റഷ് അടിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കവർ ചെയ്ത് കളിക്കാം. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് കവർ ചെയ്യാം, അതായിരിക്കും നല്ലത്. നമുക്ക് അപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നിന്ന് ഗൈസ് ഇവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ ഉക്കും ഇട്ട് ഫ്രണ്ടിലോട്ട്. ബേക്കിൽ എനിമിയുണ്ട് ഗൈസ്. ഒരടി കൊടുത്തപ്പം അവൻ ചത്തിട്ടുണ്ട്. അവനൊരു നോക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സ്കാർ ട്രിപ്പിൾ ചിപ്പും കൂടെ കിട്ടിയായിരുന്നു. നമുക്കിനി റഷ് അടിക്കാം, അതായത് നല്ലത്. അവിടെ ഒരു നോക്ക് പൊങ്ങുന്നു ഗൈസ്, അത് കംപ്ലീറ്റ് ആക്കാൻ പോവാം. ബേക്കിൽ നിന്ന് നല്ല അടി കിട്ടുന്നുണ്ട് ഗൈസ്. അതാ ഇവൻ്റെ നോക്ക് റിവൈവ് ആയിരുന്നു. നമ്മൾ അവനെ അടിച്ചു കൊന്നു, കില്ല് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് അവിടെ ഒരുത്തനെയും കൂടെ എന്തോ ഉണ്ട്. ഒരുത്തനെയും കൂടെ നമുക്ക് കൊല്ലാം. ഇവിടെ ഗൈസ് ദോ പോകുന്നു ഗൈസ്. ഡാം കൊടുക്കാൻ നോക്കി. അയ്യോ, ഡാം കയറിയില്ല ഗൈസ്. സ്കാർ വെച്ച് നമ്മൾ നല്ല ഡാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടീമേറ്റിനെ നോക്കാക്കി നമുക്ക് നല്ല ഡാം വന്നു. അപ്പം ഞാൻ ചാടി ഒരടി അടിച്ച് അവനെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ ജയിച്ച്. ഇനി ലാസ്റ്റ് റൗണ്ട്, ഈ ഒരേ ഒരു റൗണ്ടും കൂടെ ഉള്ളൂ. ഇതും കൂടെ എടുത്താൽ പിന്നെ നമുക്ക് ബൂയ. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഗണ്ണൊന്നും എടുക്കേണ്ടി വരില്ല, കാരണം നമ്മൾ ഗണ്ണൊക്കെ ഉണ്ട്, നല്ല ഗണ്ണൊക്കെയാണ് ഉള്ളത്. നമുക്ക് ഞാൻ വെസ്റ്റും ഹെൽമെറ്റൊക്കെ നല്ലല്ലോ മാച്ചിട്ടുണ്ട്. വെസ്റ്റ് ഹെൽമെറ്റ് മാച്ചിട്ടുണ്ട്. ഈ റൗണ്ടും കൂടെ ജയിച്ചാൽ കൊള്ളാം. ഈ റൗണ്ട് ജയിക്കുമായിരിക്കും. നമ്മൾ റഷ് അടിക്കേണ്ട ഗൈസ്. റഷ് അടിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ റഷ് അടിക്കുന്നില്ല തൽക്കാലത്തേക്ക്. ലോങ് ആണ്, ഫുൾ എനിമി ലോങ് ആണ്. ഷോട്ട് കയറി വരുന്നെന്ന് തോന്നുന്നു. ബേക്കിൽ എനിമി ഉണ്ടോ എന്തോ ഗൈസ്, എനിക്കറിയില്ല. നമുക്ക് സൈഡൊക്കെ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. സൈഡിൽ നിന്ന് എനിമി വന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ ഡാം ഒരടിയും കൂടെ അടിച്ച് അവൻ ചാവും ഗൈസ്. അതിന് മുമ്പേ നമ്മളെ ടീമേറ്റ് അവനെ കൊന്നു ഗൈസ്. അപ്പോൾ നമുക്കിനി ലോങ്ങിനെ കുറച്ച് ആൾക്കാരും കൂടെ ഉള്ളൂ. നമ്മളെ ടീമേറ്റ് നോക്കായി വാലിട്ട് ടീമേറ്റിനെ റിവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ ഓപ്പൺ പോയപ്പോൾ നമ്മളടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ടീമേറ്റ് ഇതാണ്ടേ ഇവിടെ നല്ല വാളൊക്കെ ഇട്ട് എന്നെ റിവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ കവറിൽ കയറി, ഞാൻ റിവൈവ് ആയി ഗൈസ്. ഞാൻ അവസാനം മെഡിക്കിറ്റ് അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചത്തേനെ അവർ ഗ്ലൂവാൾ ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ലോങ്ങിലാണ് അവർ, മറ്റേ എനിമീസൊക്കെ ലോങ്ങിലായതുകൊണ്ട് നമുക്ക് നോക്കാം. നല്ല ലോങ്ങാണ് അവരെല്ലാം. നമുക്ക് ഷോട്ട് പോയി അടിക്കാൻ നോക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഷോട്ട് പോയപ്പോൾ അതോ ഇരിക്കുന്നു ഗൈസ് ഒരുത്തൻ. അവന് ഫുൾ ഡാം കൊടുത്തായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ ടീമേറ്റ് ആ കില്ല് എടുത്തായിരുന്നു. അപ്പോൾ കളി പോയി അടിച്ചിട്ടുണ്ട്. എന്നാൽ ഓക്കെ ബൈ.